ഹായ് എവരിവൺ, എല്ലാവർക്കും നല്ലതു മാത്രം സെഷനിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന അൻവറിനെ കുറിച്ചാണ്. അതായത് മുൻ MLA ആയിരുന്ന അൻവർ MLA കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൽ നിന്ന് മാതൃകയാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്കാവട്ടെ, രാഷ്ട്രീയ പ്രതിനിധികൾക്കാവട്ടെ, ഒരു സാധാരണക്കാരനാവട്ടെ, അൻവറിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അൻവറിനെ കുറിച്ച് വളരെ മോശമായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ തകിടം മറിച്ചിലിനെ കുറിച്ച് ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അതൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഈ ഒരു വീഡിയോസിലൂടെ ഒരാളെ കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അൻവറിനെ കുറിച്ച് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വിജയ സാധ്യത കൽപ്പിക്കുന്ന ഒരു പ്രതിനിധി കൂടെയാണ് അൻവർ എന്ന് പറയുന്നത്, അൻവർ MLA എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ മുൻപുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം അത് ശരിയല്ല എന്ന് തോന്നി. എന്നിട്ട് അദ്ദേഹം ഉറച്ച നിലപാടോടുകൂടി ഒരു വലിയൊരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവർക്ക് ഭരണമുണ്ട്, എല്ലാവിധ ശക്തിയുമുണ്ട്, എല്ലാവിധ സ്വാധീനമുണ്ട്. എന്നിട്ട് പോലും ഒരു MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഒട്ടും പ്രതീക്ഷയില്ലാത്ത ഒരു സ്ഥലത്തിലേക്കാണ് അദ്ദേഹം കടന്നു വരുന്നത്. അത് അദ്ദേഹത്തിന്റെ ധീരമായൊരു നിലപാടായിരുന്നു. നമ്മൾ പലപ്പോഴും രാഷ്ട്രീയമാകട്ടെ, മറ്റെന്തു പ്രശ്നങ്ങളാകട്ടെ, നമുക്ക് തീരുമാനമെടുക്കാൻ ഭയമാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എനിക്കിവിടെ നിലപാടുണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തം തീരുമാനവുമായിട്ട് പോയാൽ ഒരുപക്ഷെ എന്നെ മറ്റുള്ളവർ അടിച്ചമർത്തുമോ എന്നുള്ളൊരു ഭയം 90% ആളുകൾക്കും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ മറ്റുള്ളവരെ ഒരു നിലക്ക് പറയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ അടിമകളായിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് പലർക്കും ഉള്ളത് എന്നുള്ളതാണ്. പക്ഷെ അൻവർ ഈ ഒരു രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ ചില ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പുറത്തു പോകുന്നു. ഒരുപക്ഷെ അൻവർ അവിടെ തുടരുകയാണെങ്കിൽ ഭാവിയിൽ മന്ത്രിസ്ഥാനമോ മറ്റുള്ള വലിയ പാർട്ടി സ്ഥാനങ്ങളൊക്കെ അൻവറിന് കിട്ടുമെന്നുള്ളതാണ്. കാരണം ഒരു മുസ്ലിം പ്രതിനിധി എന്ന നിലക്ക് നിലമ്പൂരിലെ നിരവധി വോട്ടർമാരുടെ വോട്ടവകാശം തനിക്ക് കിട്ടുമെന്ന് അൻവറിന് ഉറപ്പാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ കോടിക്കണക്കിന് ആസ്തികളുള്ള അദ്ദേഹത്തിന്റെ സ്വത്ത് മുതലിൽ ഗവൺമെന്റ് കൈവെക്കുമെന്ന് അൻവറിന് ഉറപ്പാണ്. അദ്ദേഹം കൃത്യമായി എല്ലാ രാഷ്ട്രീയത്തിന്റെ എല്ലാ മുക്കുമൂലകളും കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തി കൂടെയാണ്. എന്നിട്ട് പോലും തന്റെ ധീരമായ നിലപാടിനെ മുറുകെ പിടിച്ചുകൊണ്ട് അൻവർ CPM നിന്ന് LDF നിന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ധീരമായൊരു നിലപാടാണ്. അപ്പൊ അൻവർ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠമെന്ന് പറയുന്നത് ജീവിതത്തിൽ തീരുമാനം നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിന് പുറകെ നിങ്ങൾ ശക്തമായി നിന്നുകൊണ്ട് അതിൻ്റെ പിറകിൽ നിങ്ങൾ പോകണമെന്നുള്ളതാണ്. നമ്മൾ ആരെയും ഭയപ്പെടാതെ നമുക്കെന്താണോ ശരി അതിൻ്റെ പിറകെ പോകണമെന്നുള്ള ഒരു പാഠം അൻവർ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അൻവറിനെ കുറിച്ച് പറയുമ്പോൾ, നല്ല കാര്യങ്ങളെ വശങ്ങളുടെ കുറിച്ച് പറയുമ്പോൾ, അൻവറിനെ തീർച്ചയായിട്ടും UDF എടുക്കാമായിരുന്നു എന്നുള്ളതാണ്. അവിടെയുള്ള പ്രശ്നങ്ങളും അവർക്കിടയിലുള്ള നേതാക്കൾക്കിടയിലുള്ള സ്വരച്ചേർച്ചകളൊക്കെ തീർത്തും ഇല്ല എന്നുള്ളതിന്റെ നേർക്കാഴ്ചയായിരുന്നു അൻവറിന്റെ UDF പ്രവേശനവും മറ്റു പ്രതിനിധികളുമായിട്ടുള്ളൊക്കെ ചർച്ച. അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്, നിസ്സഹായാവസ്ഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഒരു തരി പണം പോലും ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് എത്രയോ കൃത്യമായിട്ട് തൻ്റെ അടുക്കൽ പണമില്ല, തൻ്റെ അവസ്ഥ കൃത്യമായി പുറത്തു പറയുന്നതിലും അൻവർ അവിടെ വിജയിച്ചു എന്നുള്ളതാണ്. നമ്മളൊക്കെ കയ്യിൽ 5 പൈസ ഇല്ലെങ്കിലും ലക്ഷങ്ങളുള്ള വർത്തമാനമായിരിക്കും നമ്മുടെ മലയാളികൾക്കൊക്കെ ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ ആസ്തിയായിട്ട് കോടികളുണ്ടെങ്കിലും അതൊക്കെ മുന്നോട്ട് ചലിപ്പിക്കണമെങ്കിൽ ഗവൺമെന്റിന്റെ സപ്പോർട്ട് ആവശ്യമാണ്. ഗവൺമെന്റ് വിചാരിച്ചാൽ മാത്രമേ, അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിചാരിച്ചാൽ മാത്രമേ, അവിടുത്തെ പഞ്ചായത്ത് ഭരണങ്ങളൊക്കെ വിചാരിച്ചാൽ മാത്രമേ അത് വിൽക്കാനും മറ്റു ഇടപാടുകളൊക്കെ നടത്താൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് പോലും തൻ്റെ കയ്യിൽ പണമില്ല, പൈസയില്ല, തെരഞ്ഞെടുപ്പിന് പോലും മത്സരിക്കാൻ പൈസയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നിസ്സഹായനായിക്കൊണ്ട് അൻവറിന്റെ തുറന്നു പറച്ചിൽ, ഏറ്റുപറച്ചിൽ ഒരു വ്യക്തിക്കുള്ള വലിയൊരു പോസിറ്റീവ് കാര്യമാണ്. ചെയ്ത തെറ്റിനെ, തൻ്റെ ജീവിതത്തിലെ യഥാർത്ഥ കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളോട് തുറന്നു പറയുന്നു എന്നുള്ളത്
അൻവർ ചെയ്തിട്ടുള്ള വലിയൊരു പോസിറ്റീവ് കാര്യം കൂടിയാണ്. ആ ഒരു സമയത്ത് ഒരു പക്ഷേ അൻവർ എന്താണ് ഇതിപ്പോൾ പറയുന്നത് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും അത് ജനങ്ങൾക്കിടയിൽ ഒരു സർവ്വസാധാരണക്കാരനായ വ്യക്തി എന്ന നിലയിലേക്ക് മാറാൻ അത് കാരണമാകുമെന്നുള്ളതാണ്. അപ്പോൾ എന്താണോ അസ്തിത്വം അത് തുറന്നു പറഞ്ഞാൽ അത് ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യതയിലേക്ക് അത് കൊണ്ടുപോകുമെന്നുള്ളതും അൻവർ തെളിയിക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ അൻവറിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സാധാരണക്കാരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന, സാധാരണക്കാർ വാചാലനാകുന്നത് പോലെ സംസാരിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു നേതാവായിട്ടാണ് അൻവറിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് അൻവർ MLA കുറിച്ച് നമുക്ക് നല്ലതു മാത്രം എന്ന സെഷനിൽ പറയാനുള്ളത്. എങ്ങനെയായാലും നിലമ്പൂരിലെ വോട്ടവകാശമുള്ള വോട്ടർമാർ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ വോട്ടിനെ വിനിയോഗിക്കുക. ആർക്ക് വേണമെങ്കിലും ആർക്ക് ചെയ്യണം, എന്തിനു വേണ്ടി ചെയ്യണം എന്നതൊക്കെ ചിന്തിച്ചതിന് ശേഷം ജനാധിപത്യത്തിൽ നമുക്ക് കിട്ടുന്ന വോട്ടവകാശം വളരെ വിലപ്പെട്ടതാണ്. അത് കൃത്യമായിട്ട് വിനിയോഗിക്കുക. ആർക്ക് ചെയ്യണമെന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും നിലമ്പൂരിൽ വരിക. പ്രത്യേകിച്ച് അൻവറിൻ്റെ പ്രകടനം, അത് അൻവർ ഒരുപക്ഷെ ജയിക്കുകയാണെങ്കിൽ അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു വിജയം തന്നെയായിരിക്കും. എന്ത് തന്നെയായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.